ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു സ്പെഷ്യൽ മസാലക്കറിയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത്. മഷ്റൂമും അതിൻ്റെ കൂടെ കുറച്ച് പപ്പടവും ഒക്കെ ചേർത്താണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. ഇതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ഉള്ളി നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അത് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് തേങ്ങ, കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും ചേർത്തിട്ട് നന്നായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 പച്ചമുളകും 1 കഷ്ണം ഇഞ്ചിയും കൂടി ഈ അവസരത്തിൽ ചേർത്ത് കൊടുക്കാം. രണ്ടും പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ എടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി. നമ്മൾ തേങ്ങ വറുത്തരക്കുമ്പോൾ മല്ലിപ്പൊടിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, വെറും വെളുത്തുള്ളിയും കറിവേപ്പിലയും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാലയ്ക്ക് പകരം ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി. കുറച്ച് ജീരകം പൊടിച്ചെടുത്തത് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നു. മൊത്തത്തിൽ എല്ലാ മസാലകളും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 തക്കാളി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ പെട്ടെന്ന് വെന്ത് വരാൻ വേണ്ടി ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് വേവാൻ വെക്കാം. അടച്ചു വെച്ച് വേവിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. തക്കാളിയൊക്കെ ഇടയ്ക്ക് വെച്ച് ഞാനൊന്ന് ഇളക്കി കൊടുത്തിരുന്നു. തക്കാളിയൊക്കെ ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ കറി ചപ്പാത്തിക്കും ചോറിനും ദോശക്കുമൊക്കെ വളരെ നല്ല കോമ്പിനേഷനാണ്. ഇവിടെ ഞാനൊരു 200 ഗ്രാം പാക്കറ്റ് മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. ഇത് ചൂടുവെള്ളത്തിൽ കഴുകി കട്ട് ചെയ്തെടുത്തതാണ്. അത് ചേർത്ത് കൊടുത്തൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. മഷ്റൂമൊക്കെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുന്നതാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മസാല, വറുത്തരച്ച തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇളക്കി കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് തിക്ക് ഗ്രേവി ആയിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് വേണ്ടതെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇളക്കി ഒന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പുളി രസത്തിന് വേണ്ടി കുറച്ച് പുളി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. വളരെ കുറച്ച് മതി. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. തക്കാളിക്കുള്ള പുളി കുറച്ച് ഇഷ്ടമുള്ളവർക്ക് ഇത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ പപ്പടം കട്ട് ചെയ്ത് ചേർക്കുന്നത്. ഒരു 4 പപ്പടമാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് പപ്പടം ഫ്രൈ ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ഉള്ളി, ചെറിയ ഉള്ളിയാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് വറുത്തിട്ട് കൊടുക്കാം. ഇപ്പോൾ സ്റ്റൗ ഓഫാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി ഒന്ന് വറുത്തിട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം പപ്പടം കൊണ്ടുള്ള ഈ മസാലക്കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.